സൗദിയിലേക്കാണ്. അവിടെ മാസപ്പിറവി ദൃശ്യമായതോടെ ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങളിൽ നാളെ റമദാന് തുടക്കമാകും. ഒമാനിൽ വ്യാഴാഴ്ചയാണ് റമദാന് തുടക്കമാവുകയെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മക്ക, മദീന ഉൾപ്പെടെ വൻ തിരക്കിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥനകൾക്കും തുടക്കമാകും. അഫ്താബുർ റഹ്മാൻ ചേരുകയാണ് വിവരങ്ങളുമായി. അഫ്താബ്, എവിടെയാണ് സൗദിയിൽ എവിടെയാണ് മാസപ്പിറ കണ്ടത്? ഒപ്പം തന്നെ എന്തൊക്കെ ഒരുക്കങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്? പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ഇപ്പോഴേ തുടക്കമായിട്ടുണ്ടാകും അല്ലേ? മഹേഷ്, ഇന്ന് വൈകുന്നേരമാണ് സൗദിയിലെ റിയാദിനടുത്തുള്ള തുമേറിൽ മാസപ്പിറ പല ഗോളശാസ്ത്രജ്ഞരും പറഞ്ഞിരുന്നത് ഒരു പക്ഷേ മാസപ്പിറ കാണില്ല എന്നായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വൈകിട്ട് മാസപ്പിറ അല്പനേരം ദൃശ്യമായി. ഇതിന് പിന്നാലെയാണ് നാളെ ഒന്നായിരിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇന്ന് മാസപ്പിറവി കാണില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിലും ഇന്ന് വൈകിട്ടോടെ അത് ദൃശ്യമായി. സാധാരണ രീതിയിൽ സൗദി അറേബ്യയിൽ മാസപ്പിറ ദൃശ്യമായി കഴിഞ്ഞാൽ ഇതര ഗൾഫ് രാജ്യങ്ങളും അത് പിന്തുടരാറാണ് പതിവ്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മറ്റു ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ നോമ്പിന് തുടക്കമാകും, അല്ലെങ്കിൽ റമദാൻ മാസത്തിനും ഇതോടൊപ്പം തുടക്കമാകും. എന്നാൽ ഒമാൻ നേരത്തെ തന്നെ അവരുടെ റമദാൻ തുടക്കമാവുക വ്യാഴാഴ്ചയാണ് എന്നുള്ളത് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒമാനിൽ വ്യാഴാഴ്ചയോ, അതായത് കേരളത്തിനൊപ്പമായിരിക്കും നോമ്പിന് തുടക്കമാവുക. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അവതരിച്ച, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവതരിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ട് ഇനിയുള്ള ഏതാണ്ട് 30 ദിനങ്ങളോളം വിശ്വാസികൾ പ്രാർത്ഥനകളോടൊപ്പം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട ആത്മീയ കാര്യങ്ങളിലേക്കായിരിക്കും തിരിയുക. ഇതോടൊപ്പം സാധാരണ വിശ്വാസികൾക്കുള്ള നമസ്കാരങ്ങൾക്ക് പുറമെ രാത്രികാല നമസ്കാരങ്ങൾ വിശ്വാസികൾക്ക് പ്രത്യേകമായി റമദാനിലുണ്ട്. തറാവീഹ് എന്നറിയപ്പെടുന്ന ഈ നമസ്കാരം റമദാനിലെ 30 ദിനങ്ങളിലും പള്ളികളിൽ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട പുലർക്കാല യാമങ്ങളിലും തന്നെ വിശ്വാസികൾ കൂടുതലായി ദൈവത്തോട് അടുക്കുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. പകൽ മുഴുവൻ അവർ വ്രതമനുഷ്ഠിക്കും, രാത്രിയിൽ അവർ ധ്യാനത്തോടെ ഇരിക്കുമെന്നുള്ളതാണ് അതേക്കുറിച്ച് പറയുന്നത്. ഈ ഒരു തരത്തിൽ വരുന്ന 30 ദിവസങ്ങൾ ആത്മീയമായ ഒരു ആഘോഷത്തിലേക്കാണ് വിശ്വാസികൾ വ്യക്തിപരമായി നീങ്ങാൻ പോകുന്നതെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം മക്കയും മദീനയും വളരെ പ്രധാനപ്പെട്ട വിശ്വാസികളുടെ, ലോക മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഇവിടെയും ഈ സമാനമായ രീതിയിൽ തന്നെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടും. എന്നുവെച്ചാൽ മക്കയും മദീനയും അതിന്റെ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവിക്കുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. ലക്ഷോപലക്ഷം വിശ്വാസികൾ മക്കയിലെയും മദീനയിലെയും രാത്രികാല നമസ്കാരങ്ങളിലും മറ്റും ചേരുവാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരും. ഏതാണ്ട് 2 ഹറമിലുമായി റമദാന്റെ അവസാനത്തോടടുക്കുമ്പോൾ ഒരു ദിനം മാത്രം 2 ഹറമിലുമായി ഏതാണ്ട് 30 ലക്ഷത്തിനടുത്ത് വിശ്വാസികൾ ഉണ്ടാകുമെന്നാണ് കണക്ക്. ആ തരത്തിൽ അവരെ സ്വീകരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അവിടെ ഇത്തവണയും പൂർത്തിയാക്കിയിട്ടുണ്ട്. മക്കയിലേക്കും മദീനയിലേക്കും നീളുന്ന റോഡുകളും എല്ലാം തന്നെ ഈ തരത്തിൽ വിശ്വാസികൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ പാകത്തിൽ ഇപ്പോൾ റമദാൻ മുന്നോടിയായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ വിശ്വാസികൾ പള്ളികളോട് ചേർന്ന്, ആത്മീയമായ കാര്യങ്ങളോട് ചേർന്ന്, വിശുദ്ധ ഖുർആനോട് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു 30 ദിനത്തിന്റെ ഒരു മാസത്തിലേക്ക്, മറ്റൊരു റമദാനിലേക്കാണ് വിശ്വാസികൾ പ്രവേശിക്കാൻ പോകുന്നത്. മഹേഷ്, അഫ്താബുർ റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.